May I come in, sir? യെസ് കവിൻ. Sir. ഇരിക്കേ. Thank you, sir. റൂം സെയിൽസ് 20% കൂടി. ഫുഡ് ഡിന്നർ കൂടി, ലഞ്ച് കുറഞ്ഞു. എന്ത് പറ്റി? സാർ, അത് മെയിൻ റോഡിലെ റിപ്പയർ വർക്ക് നടക്കുകയാണ്. അപ്പോൾ പകൽ ട്രാഫിക് ഇല്ല. അതാണ് ലഞ്ച് ബിസിനസ് കുറയാൻ കാരണം. ഡിന്നറും ആസ് യൂഷ്വൽ ഫാമിലി എല്ലാം വരുന്നുണ്ട്. പ്രോബ്ലംസ് ഇല്ല. ഓ, അത് ശരി. ലിക്വർ സെയിൽസ് കുറച്ച് കുറവാണല്ലോ അല്ലേ? അതെങ്ങനാ? മാനേജർ തന്നെ കസ്റ്റമർമാരുടെ കൂടി നിർത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയല്ലേ? സാർ, കസ്റ്റമർ അല്ല, ഗസ്റ്റ് എന്നാണ് ശരി. ഗസ്റ്റ്. സാർ, നമുക്ക് സെക്കൻഡ്സ് ഇല്ല, ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല. വലിയ കാര്യമാണ് സാർ. അഭിമാനിക്കാം, സന്തോഷിക്കാം. വലിയ കാര്യമാണത്. പക്ഷേ സാർ, മദ്യപിച്ച് ഒരു കുടുംബം സ്വന്തം കുട്ടികളെ പോലും ശരിക്ക് വളർത്താനാവാതെ, ശരിക്ക് പഠിപ്പിക്കാനാവാതെ കടം കയറി മുടിയുന്ന ഒരു കുടുംബത്തിന്റെ പണം നമുക്ക് വേണോ സാർ? ശാപം കിട്ടില്ലേ സാർ? ദൈവം സഹിക്കുമോ സാർ? വേണ്ട. ഒന്നും പറയണ്ട എന്റെ ഈശോയെ. ഈ ജന്മം അങ്ങോട്ട് തീർന്നു കിട്ടിയാ മതിയായിരുന്നു. ആ പിള്ളേരെ ഓർക്കുമ്പോ എനിക്ക് ചാവാനും തോന്നണില്ല. നിങ്ങൾക്കറിയാമോ എത്ര രൂപ ആ ടാക്സിക്കാരന് കൊടുക്കാനുണ്ടെന്ന്? ആ രാജ്യം ആയതുകൊണ്ടാണ് അവൻ ചോദിക്കാതിരുന്നത്. ഒറ്റ ഓട്ടോക്കാരും വിളിച്ചാ വരത്തില്ല. ഓട്ടോന്ന് മറിഞ്ഞു വീഴുന്നും പറഞ്ഞ്. പാലുകാരന് കടം. കഴിഞ്ഞ മാസം പിള്ളേരുടെ ഫീസ് എന്റെ ആങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചാ ഞാൻ കൊടുത്തേ. പിള്ളേർക്ക് ഡാഡിയെ കാണുന്നത് പേടിയാ. വെറുതെ ഷൗട്ട് ചെയ്യും. എന്തെങ്കിലും പറഞ്ഞാ എനിക്കും കിട്ടും. എങ്ങനെ കഴിഞ്ഞ വീടും കുടുംബമായിരുന്നു ഇത്? This is the Scholar's Immortal Pen. Spells the first lesson. ഒന്ന് മെല്ലെ വായിക്ക്. ഏട്ടാ, ഏട്ടാ, ഈ ഇമ്മോർട്ടലിന്റെ അർത്ഥം എന്താ? ഇമ്മോർട്ടൽ എന്ന് പറഞ്ഞ ദേ അച്ഛൻ വരുന്നു. അച്ഛൻ്റെ ഒപ്പം ആരോ ഉണ്ടല്ലോ. അമ്മേ, ദേ അച്ഛൻ വരുന്നു. ഒപ്പം ഒരാളും ഉണ്ട്. മോളിങ് വന്നേ. കൈവച്ചേ. പറയൂ, ഇനി മദ്യപിക്കില്ല. ഇനി മദ്യപിക്കില്ല. ഇനി മദ്യപിക്കില്ല. വീണ്ടും പറയൂ, ഇനി മദ്യപിക്കില്ല. ഇനി മദ്യപിക്കില്ല. ഇനി മദ്യപിക്കില്ല. ഇനി മദ്യപിക്കില്ല. ഉറപ്പാണോ? മോനിരിക്കി. കൈവച്ച് പറയൂ. ഇനി മദ്യപിക്കില്ല. ഇനി മദ്യപിക്കില്ല. പറയൂ. ഇനി മദ്യപിക്കില്ല. കേട്ടല്ലോ? നേരെ ആവണം. ദിവസവും 2 കുപ്പി ബിയർ കൊണ്ടുതരും. 6 മണിക്ക് മുമ്പ് വീട്ടിലെത്തിക്കോണം. മാറ്റം ഉണ്ടാകാൻ പാടില്ല. വെളിയിൽ പറഞ്ഞ് ഏൽപ്പിക്കും. 6 മണി കഴിഞ്ഞ് വരുന്നുണ്ടോ എന്ന് നോക്കാൻ. മനസ്സിലായല്ലോ? മനസ്സിലായോ?
ഞാനിവിടുത്തെ പറ്റൊക്കെ നിർത്തി സാർ. കഴിഞ്ഞ 3 മാസം കൊണ്ട് 8 കാറ്ററിംഗ് കൊടുത്തു. ശരിയാണ് സാർ. ആഹാ, കൊള്ളാലോ. കാര്യങ്ങളൊക്കെ കുമാർ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. വീട്ടുകാരൊക്കെ ഹാപ്പി അല്ലേ? ആണെന്നോ, സ്വർഗം കിട്ടിയ പോലെ പെണ്ണുപിള്ളക്ക്. അപ്പൊ കുട്ടികളോ? ഒന്നും പറയണ്ട, അവരുടെ ഉത്സാഹം ഒന്ന് കാണണം. ഇപ്പൊ ട്രിപ്പിൾ സ്മാർട്ടാണ്. ഓഹോ, 3x ഒന്നല്ലല്ലോ, അതോ ട്രിപ്പിൾ ഡിസ്റ്റിൽഡ് ആണോ?